ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, 7 ദിവസം. അപ്പോൾ ചില കൂട്ടുകാരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് അസുഖം, എന്താണ് അസുഖം കുറഞ്ഞോ, അങ്ങനെയൊക്കെ കുറച്ച് സ്നേഹമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു അസുഖം മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഒരു 7 ദിവസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 3-4 നേരം ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. 8ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇന്നലെയാണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ ഈ ഒരു അസുഖം മൂലം ഞാൻ 6 വർഷമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. 2 ലാപ്രോസ്കോപ്പിയും ഹിസ്റ്റോസ്കോപ്പിയും ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെയിനും ഒക്കെ കാരണം കുറച്ച് എന്താ പറയുക, ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ കുറഞ്ഞു എന്ന് തന്നെ പറയാം. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനും പറ്റാത്തത്. ഇപ്പോൾ ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്, ലോങ് വീഡിയോ എന്താണ് കാണുന്നത്. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ പെയിൻ മൂലം എനിക്കത് ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്. അതും ചിലപ്പോൾ പെയിനുള്ള സമയത്തൊക്കെ ആയിരിക്കും ഷോർട്ട് വീഡിയോ, കോമഡി വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ടൈമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ഇടുന്നത്. അപ്പോൾ കുറച്ച് പേര് ഈ കാര്യം അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വന്ന് പറയാമെന്ന് കരുതിയത്. അപ്പോൾ പലർക്കും എൻഡോമെട്രിയോസിസ് എന്താണെന്ന് അറിയാത്തവരാണ്. ഹോസ്പിറ്റലിലാണെങ്കിലും പലരും ചോദിക്കുക എന്താ അസുഖം എന്ന് ചോദിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് ആണെന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ എന്താണ് എൻഡോമെട്രിയോസിസ്, പിന്നെ എൻ്റെ എൻഡോമെട്രിയോസിസ് 6 വർഷത്തെ ജേണി, അതൊക്കെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.